ഒരു മാസോ ഒരു ദിവസോ ഒരാഴ്ചയോ എനിക്ക് ഒരു ദിവസം 10 ലക്ഷം അങ്ങനെ പറയുന്ന മാർക്കറ്റിംഗ് അല്ലെങ്കിൽ എനിക്ക് എന്നെ ഇത്ര രൂപയ്ക്ക് വില പേശാണ് വളരെ ഏറ്റവും കുറവ് എനിക്കായിരുന്നു. എത്രയാന്ന് പറയുന്നില്ല, ഇപ്പൊ തന്നെ അറിയാലോ എത്രയാണ്. നെടുമ്പാശ്ശേരിയിലെ എയർപോർട്ടിൽ എമിഗ്രേഷനിലെ സാറുമാരൊക്കെ നല്ല കൂട്ടാട്ടോ, എന്നെ അറിയാം. രേണുസുതി ദുബായിൽ വിട്ട ഞങ്ങളാകട്ടോ, ഞാനാകട്ടോ, നോ ആയിക്കോട്ടെ സാർ. ചേച്ചി ഒരു സെൽഫി എടുത്തിട്ട് പേടിച്ചൊക്കെ, അങ്ങനെ ഒന്നും പേടിക്കണ്ട, എൻ്റെ അടുത്ത് വരിക. ചേച്ചി അപ്പോ നമ്മുടെ ബിഗ് ബോസിനകത്ത് അതിനുശേഷം പലരും ഇങ്ങനെ റൂമേഴ്സ് വരുന്നുണ്ട്. ചേച്ചിക്ക് പലരും പറയുന്നുണ്ട് അമൗണ്ടിന്റെ കാര്യം, എത്രയാണ് പേയ്മെന്റ് കിട്ടിയെന്നുള്ളത്. 10 ലക്ഷം പറയുന്നുണ്ട്, 20 ലക്ഷം പറയുന്നുണ്ട്. ഏതോ ഒരു ദിവസമോ ഒരു മാസോ ഒരു ദിവസോ ഒരാഴ്ചയോ എനിക്ക് ഒരു ദിവസം 10 ലക്ഷം അങ്ങനെ പറയുന്നവർ ഒരുപാടുണ്ട്. അപ്പൊ കറക്റ്റ് എത്രയാണ് ചേച്ചിക്ക് കിട്ടുന്ന എമൗണ്ട്? 10 ലക്ഷം അല്ലേ? 20,000 എനിക്ക് തോന്നുന്നു ഏറ്റവും കുറവ് എനിക്കായിരുന്നു. ഞാന് അല്ല, അതിലും കുറവാ. 5,000 ഇനിയും പറയണ്ട. ഇപ്പൊ മനസ്സിലായോ? അത്രയൊക്കെ ഉള്ളായിരുന്നു. കാരണം എനിക്ക് വേറൊന്നും അല്ലടാ, ബിഗ് ബോസിൽ വിളിക്കുമ്പം പേയ്മെന്റിന്റെ കാര്യം സംസാരിക്കുമ്പോൾ പോലും എനിക്ക് സത്യം പറഞ്ഞ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ എനിക്ക് എന്നെ ഇത്ര രൂപയ്ക്ക് വില പേശാനോ ഒന്നും എനിക്ക് വില മീൻസ് ഒരു പ്രോഗ്രാമിന് അല്ലെങ്കിൽ ഒരു അറിയില്ല. എനിക്ക് ഒന്നാമത്തെ കാര്യം, എനിക്ക് അന്ന് മാനേജർ കരിഷ്മ ഇല്ലായിരുന്നു. പോയിന്റാണ്, മാനേജറായിട്ട് കരിഷ്മ ഇല്ലായിരുന്നു. അപ്പം ഞാൻ സ്വന്തമായിട്ടാണ് പറയാം. എനിക്കിതിനെപ്പറ്റി എനിക്ക് ലക്ഷങ്ങൾ കോടികൾ ഉണ്ടാക്കണമെന്നോ ഒന്നുമില്ല. എനിക്ക് അന്നന്ന് കഴിയേണ്ട എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടും എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി അന്നന്ന് കഴിയേണ്ട ആഹാരത്തിനുള്ള വക കിട്ടിയാൽ മതി എന്നുള്ള വ്യക്തിയാണ് ഞാൻ. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ കോടികൾ മേടിക്കണമെന്നോ ലക്ഷങ്ങൾ മേടിക്കണമെന്നോ ഒന്നുമില്ല. ഇപ്പൊ കരിഷ്മ ഉള്ളതുകൊണ്ട് ഏകദേശം എനിക്ക് അർഹതപ്പെട്ട പേയ്മെന്റ് കുറച്ചെങ്കിലും അവള് പറഞ്ഞവള് മേടിച്ചു തരുന്നുണ്ട്. എനിക്കന്ന് പറയാൻ പോലും എനിക്ക് അതിനുള്ളൊരു അറിവില്ലായിരുന്നു. എനിക്ക് പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നു. ഞാൻ കണ്ടുപിടിച്ച സൂചേട്ടനെയാണ്. സൂചേട്ടനാണെങ്കിൽ നാളെ തരാന്ന് പറഞ്ഞാൽ പിന്നെ ഒരു മാസം കഴിഞ്ഞ് പേയ്മെന്റ് തരാന്ന് പറഞ്ഞാലും സൂചേട്ടൻ മിണ്ടാതെ കേട്ടോണ്ട് വരും. അങ്ങനത്തെ ഒരാളായിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തെ കണ്ടു പഠിച്ചുകൊണ്ട് എനിക്കറിയില്ല അങ്ങനെ അധികം പേയ്മെന്റ് ഒന്നും പറയാം. സോ വളരെ ഏറ്റവും കുറവ് എനിക്കായിരുന്നു തോന്നുന്നു. ഞാൻ എത്രയാന്ന് പറയുന്നില്ല, ഇപ്പൊ തന്നെ അറിയാലോ എത്രയാന്ന്. മനസ്സിലായി. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ആലോചിക്കുമ്പോൾ വിഷമമാണ്. നമ്മുടെ പ്രതീക്ഷ ആയിട്ട് കോണ്ടാക്ട് ഒന്നുമില്ല നിങ്ങളുടെ പണ്ടത്തെ മറ്റേ അടിപൊളി കപ്പിൾസ് ആയിരുന്നു, കോംബോ ആയിരുന്നു? പ്രതീക്ഷയായിട്ട് കോണ്ടാക്ട് ഉണ്ട്. ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പ്രതീക്ഷനെ കണ്ടിട്ടേ ഇല്ല. എനിക്കൊന്ന് പ്രതീക്ഷ റീലും തിരക്കും ഒക്കെ ആയിട്ട് നടക്കുക, ഞാൻ എന്റെ തിരക്കുമായിട്ട് നടക്കുക. പക്ഷെ എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട് പ്രതീക്ഷയായിട്ട് ഒരു ആൽബം ചെയ്യണമെന്ന്. അപ്പം ആ ഒരു കോംബോ ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ആയതായിരുന്നു. പ്രൊഡ്യൂസർമാര് കേൾക്കുവാണെ ഞാൻ എന്തായാലും 10-15 ആൽബം ചെയ്തല്ലോ. ഇനി ഒരു ആൽബം പ്രതീക്ഷയായിട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. ചേച്ചി എന്നാണ് ബഹറിനിലേക്ക് പോകുന്നത്? ഞാൻ 6-ാം തീയതി പോകും. 6-ാം തീയതി പോകും. എന്തിന്റെ പ്രൊമോഷൻ ആയിട്ടാണ് ബഹറിനിലേക്ക് പോകുന്നത്? എൻ്റെ സ്വന്തം ബാച്ചിലേഴ്സ്, ഞാൻ പറഞ്ഞില്ലേ ഫാമിലി പോലെയാണ് ബാച്ചിലേഴ്സ്. ബാർ റെസ്റ്റോറൻ്റ് ആണ്. ഫാമിലി മെമ്പേഴ്സൊക്കെ എന്നെ കാണാൻ വരുന്നതാണ്. ഞാൻ ഇനോഗ്രേഷൻ ചെയ്ത നാട മുറിച്ച് ഇനോഗ്രേഷൻ ചെയ്ത എൻ്റെ സ്വന്തം ബാച്ചിലേഴ്സിലേക്കാണ് ഞാൻ പോകുന്നത്. അവിടുത്തെ മാനേജർ സുവിനാണേലും ഓണർ അവിടുത്തെ സൂര്യചേട്ടനാണേലും സ്റ്റാഫുകളാണേലും എല്ലാവരും നല്ല എന്താ പറയുക എന്നെ നോക്കിയിരിക്കാം വരാൻ. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ പെട്ടെന്ന് 10 ദിവസം കടന്നു പോകുമല്ലോ എന്ന് ഓർത്തിട്ടുള്ള വിഷമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ അത് ബഹറിൻ ഇനിയിപ്പോ ഞാൻ ബഹറിന് പോകുമ്പോഴേ ഇവിടെ അടുത്തത് പണി ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോയി. അല്ലല്ല, അവള് പോകുന്നത് വെള്ളം അടിക്കാൻ വേണ്ടിട്ട് എന്നൊക്കെ. ബഹറിന്റെ അറബീന്റെ കൂടെ അവൾ വീണ്ടും പോയി. അടുത്ത പഴയ അറബിയായിട്ട് വീണ്ടും പോയി. നീഗ്രോയെ വിട്ടു, അറബിയായി, ആഫ്രിക്കക്കാരനെ വിട്ടു. ഇതൊക്കെ ആയിരിക്കും. എല്ലാരും തയ്യാറായിക്കോ. ഞാന് 6-ാം തീയതി എന്തായാലും കടൽ കടന്നു പോകും. അത് കഴിഞ്ഞിട്ട് UK കടൽ കിടക്കുന്നുണ്ട്. അതെ, UK എന്റെ കാമുകൻ എന്നാണ് എല്ലാവരുടെയും ഒരു ഊഹാപോഹം. അപ്പം അതിലും ഒരു ക്ലൂ തന്നിട്ടുണ്ട്. മേ ബി അബ്രോഡ് ആയിരിക്കാം കാമുകൻ. ഞാനെല്ലാം കണ്ടുപിടിക്കുന്നതിന് മുമ്പ്. ഇപ്പോ ചേച്ചി ഇപ്പൊ പണ്ട് ഈ സ്വപ്നമായിട്ട് കണ്ട കാര്യങ്ങളൊക്കെ ഇപ്പൊ സാധിക്കുന്നുണ്ടോ? പണ്ട് നമ്മൾ സ്വപ്നം കാണാൻ മാത്രം കഴിയുന്ന ചില കാര്യങ്ങളില്ലേ, നമുക്ക് സാധിച്ചുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും ബിഗ് ബോസിന്റെ പടി കാണുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സെലിബ്രിറ്റി ആവുമെന്നോ വിചാരിച്ചിരുന്നല്ല. ഒരിക്കലും അല്ല. ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എന്നൊക്കെ അത് വളരെ വലിയൊരു പ്ലാറ്റ്ഫോം ലോകത്തിൽ. അത് പറഞ്ഞപ്പോഴാ കഴിഞ്ഞ പ്രാവശ്യം ബഹറിന് പോയപ്പോഴേ നമ്മൾ അവിടെ ചെല്ലുമ്പം എയർപോർട്ടിൽ എമിഗ്രേഷൻ ഉണ്ടല്ലോ ബഹ്റൈനിൽ. ഇവിടെ നമ്മുടെ നെടുമ്പാശ്ശേരിയിലെ എയർപോർട്ടിൽ എമിഗ്രേഷനിലെ സാറുമാരൊക്കെ നല്ല കൂട്ടാട്ടോ, എന്നെ അറിയാം. രേണുസുതി ദുബായിൽ വിട്ട ഞങ്ങളാകട്ടോ, ഞാനാകട്ടോ, നോ ആയിക്കോട്ടെ സാർ എന്നൊക്കെ പറഞ്ഞു. ബഹ്റൈനിൽ ചെല്ലുമ്പോൾ അവർ അറബികളല്ലേ അവിടെ ഇരിക്കുന്നത്. ഈശ്വര എന്ത് പറയും, എനിക്കൊന്നും അറിയില്ല. അവരിപ്പോൾ ചോദിക്കും. അപ്പം നമ്മൾ ആർട്ടിസ്റ്റ് വിസയും കൂടെ അല്ലേ, അപ്പം നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കും. എന്താ ഞാൻ നിന്ന് എന്ത് വിച്ച് സെലിബ്രിറ്റി
ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവർക്കും അറിയാം ബിഗ് ബോസ്. എനിക്കൊന്ന് ഇന്റർനാഷണൽ ഷോ ആണ് ബിഗ് ബോസ്. അപ്പൊ അങ്ങനെ ഒരു ബിഗ് ബോസിൽ ലാലേട്ടന്റെ ബിഗ് ബോസ്, ഏഷ്യാനെറ്റിന്റെ ബിഗ് ബോസ് അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞത് എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ടോ. ഇപ്പം ചേച്ചിയെ വിമർശിക്കുന്നവരുടെ കൂടെ തന്നെ ഒരുപാട് സ്നേഹിക്കുന്നവരുണ്ട്. അവരോട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? സ്നേഹിക്കുന്നവരോട് സ്നേഹം മാത്രമേ ഉള്ളൂ. വീണ്ടും നിങ്ങൾ സ്നേഹിക്കുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അടുത്ത് എനിക്ക് എൻ്റെ ഉള്ളിൽ കവിഞ്ഞ സ്നേഹം മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നേരത്തെയൊക്കെ ഓടി വന്ന് മിണ്ടുന്നവര് ഇപ്പൊ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ചിലവര് മിണ്ടിയ പേടി, ചേച്ചിയെ മിണ്ടുവോ, പേടിയാണോ എന്നൊക്കെ മാറുന്നു. ജാടയാണോ? ഒരിക്കലുമല്ല. ഞാൻ കണ്ടില്ലെങ്കിൽ പോലും എന്നെ വന്ന് ഓടി വന്ന് വിളിച്ചാൽ എനിക്ക് സന്തോഷം ഉണ്ടാകത്തുള്ളൂ. എനിക്ക് ഇന്ന് ഒരുപാട് അനുഭവം ഉണ്ട്. ഓ ചേച്ചി ഒരു സെൽഫി എടുത്തിട്ട് പേടിച്ചൊക്കെ, അങ്ങനെ ഒന്നും പേടിക്കണ്ട. എൻ്റെ അടുത്ത് വരിക, മിണ്ടുക. ഞാൻ എന്താ പറയുക, സാധാരണക്കാരിയായ ഒരു ആളാണ്. അതെ.